കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 407 ഖണ്ഡിക. വിഷമമേറിയ സമരം. ഉത്ഭവഭാവത്തെക്കുറിച്ചുള്ള പ്രബോധനം. ഇത് ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവർത്തനത്തെ സംബന്ധിച്ച പ്രബോധനത്തോട് ബന്ധപ്പെട്ടതാണ്. ലോകത്തിൽ മനുഷ്യൻ്റെ അവസ്ഥയെയും പ്രവർത്തനത്തെയും കുറിച്ച് വ്യക്തമായ ഉൾക്കാഴ്ച നൽകുന്നു. മനുഷ്യൻ സ്വതന്ത്രനായി തന്നെ നിലനിൽക്കുന്നുവെങ്കിലും ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തോടെ പിശാച് മനുഷ്യൻ്റെ മേൽ ഒരു തരം ആധിപത്യം നേടി. മരണ സാമ്രാജ്യത്തിൻ്റെ ഉടമയായ പിശാചിൻ്റെ അധികാരത്തിന് കീഴിലുള്ള അടിമത്തം ഉത്ഭവ പാപത്തിലൂടെ സംജാതമാകുന്നു. തിന്മയിലേക്ക് ചായ്വുള്ള വ്രണീതമായ ഒരു പ്രകൃതിയുടെ ഉടമയാണ് മനുഷ്യനെന്ന വസ്തുത അവഗണിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സാമൂഹിക പ്രവർത്തനങ്ങളുടെയും ധാർമ്മികതയുടെയും മണ്ഡലങ്ങളിൽ ഗൗരവമേറിയ അബദ്ധങ്ങൾക്ക് കാരണമാകുന്നു. ഉത്ഭവ പാപത്തിൻ്റെ അനന്തരഫലങ്ങളും സർവ്വ മനുഷ്യരുടെയും വ്യക്തിപരമായ പാപങ്ങളും ചേർന്ന് ലോകത്തിനു മുഴുവൻ പാപാവസ്ഥ വരുത്തിയിരിക്കുന്നു. ഈ പാപാവസ്ഥയെ ലോകത്തിൻ്റെ പാപം എന്ന് വിശുദ്ധ യോഹന്നാൻ വളരെ അർത്ഥവത്തായി വിശേഷിപ്പിക്കുന്നുണ്ട്. മനുഷ്യരുടെ പാപങ്ങളുമായി സാമുദായിക സ്ഥിതികളും സാമൂഹിക ഘടനകളും വ്യക്തികളിൽ ചെലുത്തുന്ന നിഷേധാത്മക സ്വാധീനത്തിനും ലോകത്തിൻ്റെ പാപം എന്ന ഈ പേര് ചേരുന്നതാണ്. മനുഷ്യൻ മുഴുവനുമായി ദുഷ്ടൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ലോകത്തിൻ്റെ ഈ ദുരാവസ്ഥ മനുഷ്യ ജീവിതത്തെ ഒരു സമരമാക്കി മാറ്റുന്നു. മരണത്തിൻ്റെ ശക്തിക്ക് നീ അവനെ വിട്ടുകൊടുത്തില്ല. മനുഷ്യൻ്റെ പതനശേഷം ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. മറിച്ച് ദൈവം അവനെ വിളിക്കുകയും തിന്മയുടെ മേൽ നന്മയ്ക്ക് ലഭിക്കുവാനിരിക്കുന്ന വിജയവും വീഴ്ചയിൽ നിന്നുള്ള പുനരുദ്ധാരണവും നിഗൂഢമായി അറിയിക്കുകയുമുണ്ടായി. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ വിവരണ ഭാഗത്തെ ആദിമ സുവിശേഷം എന്നാണ് വിളിക്കുന്നത്. മിശിഹായും രക്ഷകനുമായവൻ്റെ ആഗമനം, സർപ്പവും സ്ത്രീയും തമ്മിലുള്ള യുദ്ധം, സ്ത്രീയുടെ ഒരു സന്തതി കൈവരിക്കാനിരിക്കുന്ന അന്തിമ വിജയം, ഇവയാണ് അതിൻ്റെ ഉള്ളടക്കം. ഈ വിശുദ്ധ ഗ്രന്ഥ വിവരണത്തിൽ പുതിയ ആദത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ് ക്രൈസ്തവ പാരമ്പര്യം കാണുന്നത്. കുരിശുമരണം വരെയുള്ള അനുസരണത്തിലൂടെ ആദ്യത്തിൻ്റെ അനുസരണക്കേടിന് അത്യധികമായി പരിഹാരം ചെയ്യുന്നവനാണ് ഈ പുതിയ ആദം. കൂടാതെ അനേകം സഭാപിതാക്കന്മാരും സഭാ പണ്ഡിതരും ആദിമ സുവിശേഷത്തിലെ സ്ത്രീയിൽ പുതിയ ഹവയായ മറിയത്തെ ക്രിസ്തുവിൻ്റെ മാതാവിനെ കാണുന്നു. പാപത്തിന്മേലുള്ള ക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെ ഫലം ആരെക്കാളും ആദ്യമായും സവിശേഷമായും അനുഭവിച്ചത് മറിയമാണ്. ഉത്ഭവ പാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും അവൾ സംരക്ഷിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയാൽ തൻ്റെ ഭൗതിക ജീവിതകാലത്ത് യാതൊരു പാപവും ചെയ്യാതിരിക്കാനും അവൾക്ക് സാധിച്ചു. എന്നാൽ എന്തുകൊണ്ടാണ് ആദിമ മനുഷ്യനെ പാപം ചെയ്യുന്നതിൽ നിന്ന് ദൈവം തടയാതിരുന്നത്? മഹാനായ വിശുദ്ധ ലിയോ മറുപടി പറയുന്നു, പിശാചിൻ്റെ അസൂയ നമുക്ക് നഷ്ടമാക്കിയതിനേക്കാൾ വളരെയേറെ ദൈവാനുഗ്രഹങ്ങൾ ക്രിസ്തുവിൻ്റെ അവ്യാജ്യമായ കൃപ നമുക്ക് നേടിത്തന്നിരിക്കുന്നു. വിശുദ്ധ തോമസ് അക്വിനാസ് എഴുതി, ആദിമ പാപത്തിനു ശേഷവും മഹത്തരമായ ഔന്നിത്യത്തിലേക്ക് മനുഷ്യപ്രകൃതി ഉയർത്തപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല. തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്നും മഹത്തരമായ നന്മ പുറപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്. വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നു, പാപം വർദ്ധിച്ചെടുത്ത് ദൈവകൃപ അതിലുമുപരിയായി വർദ്ധിച്ചു. റോമൻ ആരാധനാക്രമത്തിലെ ആഹ്ലാദ ഗീതത്തിൽ നാം ഇങ്ങനെ ആലപിക്കുന്നു, ഭാഗ്യകാരണമായ അപരാധമേ, ഇത്ര മഹാനായ ഒരു രക്ഷകനെ നീ ഞങ്ങൾക്ക് നേടിത്തന്നല്ലോ. ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല, ജീവിക്കുന്നവരുടെ നാശത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുമെന്നില്ല. പിശാചിൻ്റെ അസൂയ നിമിത്തമാണ് മരണം ഭൂമുഖത്ത് പ്രവേശിച്ചത്. സാത്താൻ അഥവാ പിശാച്, മറ്റു ദുർഭൂതങ്ങൾ എന്നിവർ പാപം മൂലം അധഃപതിച്ച ദൈവദൂതന്മാരാണ്. ദൈവത്തെയും അവിടുത്തെ പദ്ധതിയെയും ധിക്കരിക്കുവാൻ അവർ സ്വതന്ത്രമായി തീരുമാനിച്ചു. ദൈവത്തിനെതിരെയുള്ള അവരുടെ തീരുമാനം അന്തിമമാണ്. ദൈവത്തിനെതിരെയുള്ള തങ്ങളുടെ സമരത്തിൽ മനുഷ്യരെ ഉൾപ്പെടുത്താൻ പിശാചുകൾ പരിശ്രമിക്കുന്നു. മനുഷ്യൻ നീതിയിലാണ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും ദുഷ്ടാരൂപിയുടെ പ്രലോഭനത്തിന് അടിമപ്പെട്ട് ദൈവത്തിനെതിരായി സ്വരമുയർത്തിയതും ദൈവത്തെ കൂടാതെ തൻ്റെ പരമലക്ഷ്യം നേടാൻ അത്യാഗ്രഹിച്ചതും ചരിത്ര ആരംഭത്തിൽ തന്നെ അവൻ തൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചു. ആദ്യ മനുഷ്യൻ എന്ന നിലയിൽ ആദം സ്വന്തം പാപം മൂലം ദൈവദത്തമായ ഉത്ഭവ വിശുദ്ധിയും നീതിയും നഷ്ടമാക്കി. തനിക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും നഷ്ടമാക്കി. തങ്ങളുടെ ആദ്യ പാപം മൂലം വ്രണിതവും
തന്മൂലം ഉത്ഭവ വിശുദ്ധിയും നീതിയും നഷ്ടപ്പെട്ടതുമായ ഒരു മനുഷ്യ പ്രകൃതിയെയാണ് ആദവും ഹവയും തങ്ങളുടെ പിൻഗാമികൾക്ക് പകർന്നു കൊടുത്തത്. ഈ നഷ്ടാവസ്ഥയാണ് ഉത്ഭവ പാപം എന്ന് വിളിക്കുന്നത്.